ഇവിടെ നിന്ന് കോർപ്പറേഷൻ്റെ സീല് ചെയ്ത മാംസമാണ് കടകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടകളിൽ ഹെൽത്ത് സ്ക്വാഡിൻ്റെ പരിശോധന നടക്കുന്ന സമയത്ത് ഈ സീലില്ലാത്ത മാംസം അപ്പോൾ തന്നെ നമുക്ക് പിടിച്ചെടുക്കാനും ഫൈൻ ഈടാക്കാനും സാധിക്കും. ഇതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ മേന്മ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അനധികൃത അറവശാലകൾ പൂട്ടുന്നതോടുകൂടി തെരുവുനായ ശല്യം ഉൾപ്പെടെ വളരെ വലിയൊരു തോതിൽ കുറയും. സാറേ, ഇവിടെ പണ്ടും തെരുവുനായ ഉണ്ടായിരുന്നു, അറവശാലകളൊക്കെ ഉണ്ടായിരുന്നു. സംഭവം അതൊന്നല്ല. സാറേ, ഗൾഫ് രാജ്യത്തേക്ക് പോകണം. എന്നിട്ട് അവിടെയുള്ള അറവശാലകൾ ഇത്രയും വൃത്തിയായിട്ട് എങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുന്നു, അവിടെയുള്ള മീൻ മാർക്കറ്റ് ഇത്രയും വൃത്തിയായിട്ട് എങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുന്നു എന്ന് സാറ് പഠിക്കണം. എന്നിട്ട് ആ സിസ്റ്റം കേരളത്തിൽ നടപ്പിലാക്കണം. ആദ്യം ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെന്ന് വരും. പിന്നെ പിന്നെ ജനങ്ങൾ അതിലോട് ശീലിക്കും. അതോടുകൂടി മേയർ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ജനങ്ങൾ ചാർത്തിത്തരും. അതല്ല, തെരുവുനായയുടെ പേരും പറഞ്ഞുകൊണ്ട് സംഘപരിവാറിൻ്റെ അജണ്ട ഇവിടെ നടപ്പിലാക്കാനാണ് സാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ, കുറച്ച് സംഘികളുടെ കയ്യടി വാങ്ങാനാണ് സാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളെ ഈ ജനങ്ങൾ സാറിനെ തൂക്കി ചാണകക്കുഴിയിലേക്ക് വലിച്ചെറിയും. ഇപ്പൊ തലക്കകത്ത് മാത്രമേ സാറിന്റെ ചാണകമുള്ളൂ, നാളെ ശരീരം മുഴുവൻ ചാണകം മണക്കും. അങ്ങനെയാണെങ്കിൽ ആ ചാണകത്തിന് വല്ലാത്തൊരു നാറ്റമായിരിക്കും സാർ.